കോഴിക്കോട് കോടഞ്ചേരിയിൽ ഉരുൾപൊട്ടി. ഈരൂട് മേഖലയിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. പ്രദേശത്ത് 4 കിലോമീറ്ററോളം സ്ഥലം ഒലിച്ചുപോയി. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, പറയൂ. ഈ സംഭവം ഉണ്ടാകുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കോടഞ്ചേരി ഈറോഡ് മേഖലയിലാണ്. ഇവിടെ റബ്ബർ കൃഷി നടക്കുന്ന ആ മേഖലയിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മേഖലയിൽ മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവിടെ കൃഷിഭൂമി ആയതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഇല്ലാതിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മുകളിൽ നിന്നും പാറ ഉൾപ്പെടെ താഴേക്ക് ഒലിച്ചിറങ്ങുകയും അവിടെ പകുതി വഴിയിൽ പാറകൾ ഉൾപ്പെടെ നിൽക്കുകയും ചെയ്യും. ഈ വഴിയിൽ പാറകൾ ഉൾപ്പെടെ നിൽക്കുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ മണ്ണ് താഴേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ സമീപത്തെ കൃഷി വ്യാപകമായി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സമീപത്തൊരു റോഡുണ്ട്. ആ റോഡിലേക്ക് പോലും കല്ലും മണ്ണും മരങ്ങളും എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. വലിയൊരു ഭീതിജനകമായ ഒരു അവസ്ഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നലെ ഈ മേഖലയിൽ ആകെ വലിയ രീതിയിൽ 2 ദിവസമായി മഴ പെയ്തിരുന്നു. സാധാരണഗതിയിൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഒന്നും തന്നെ ഈ മേഖലയിൽ കഴിഞ്ഞ നാളുകളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപാണ് ഇതിന് തൊട്ടടുത്ത് കുരിശ് പള്ളി എന്ന് പറയുന്ന ആ മേഖലയിൽ ചെറിയ രീതിയിൽ മണ്ണൊലിപ്പുണ്ടായത്. പക്ഷേ ഇത്രത്തോളം വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഒന്നും തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അതിന് മുകളിലാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉരുൾപൊട്ടൽ ആരംഭിച്ച ആ സ്ഥലത്തിന് തൊട്ട് മുകളിലായി ഒരു കോളനിയുണ്ട്. ആ കോളനിയിൽ നിരവധി കുടുംബങ്ങൾ കഴിയുന്നൊരു സ്ഥലമാണ്. അതിന് തൊട്ട് താഴെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്നും മണ്ണ് കൂടുതലായി താഴേക്ക് ഇറങ്ങാതിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ ഒരുമിച്ച് ഈ മണ്ണും കല്ലും ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വലിയ അപകടം ഉണ്ടാവേണ്ടതാണ്. ചേട്ടാ, ഇത് സ്വകാര്യ വ്യക്തിയുടെയാണോ സ്ഥലം? എങ്ങനെ സംഭവിച്ചത്? ഇത് ഇന്നലെ മഴ കൂടുതൽ അവിടെ മുകളിലൊരു കോറിയാണ്. ആ കോറിയിൽ നിന്ന് വെള്ളം നിന്ന് സംഭവിച്ചതാണ്. കോറി ഉണ്ടല്ലേ സമീപത്ത്? നേരെ മുകളിലൊരു കോറിയുണ്ട്. അവിടെ അതിൽ നിന്ന് വന്ന സംഭവമാണ്. ഇത് വെള്ളം കെട്ടിയെന്ന് കഴിഞ്ഞാൽ വെള്ളം പോരണ്ടേ, തള്ളി അങ്ങനെ പോകുന്നത്. അത് ശരി. ഇത് വലിയ കൃഷിനാശമാണ്. എത്രത്തോളം ഏക്കർ ഭൂമി പോയിട്ടുണ്ട്? എങ്ങനെ കളിച്ചാലും ഒരു 4-5 ഏക്കറോളം പോയിട്ടുണ്ട്. ഈ സമീപത്ത് വീടുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എസ്റ്റേറ്റ് ആയതിൻ്റെ വീട്ടിൽ ഈ പകലായതുകൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത് അല്ലേ യഥാർത്ഥത്തിൽ? പക്ഷേ സാധാരണ രാത്രിയിലൊക്കെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് ഈ മേഖലയിൽ അപകടം ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒരു 4-5 കൊല്ലം മുമ്പ് ഇത് പോണക്കൊന്നും സംഭവിച്ചതാണ്. ഒരു 5 കോഴിക്കോട് കോടഞ്ചേരിയിലാണ് നിലവിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത്. ഒരു 4-5 ഏക്കർ റബ്ബർ തോട്ടം മുഴുവനായും അങ്ങ് നശിച്ചു പോയിട്ടുണ്ട്. കൃഷിസ്ഥലം മുഴുവൻ ഒലിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. അവിടെ ഈ സ്ഥലത്തിന് ഈ എസ്റ്റേറ്റ് പോലെയുള്ള എസ്റ്റേറ്റാണിത്. ആ എസ്റ്റേറ്റ് മുകളിൽ ഒരു ക്വാറിയുണ്ട്. അവിടെ വെള്ളം നിന്നതിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് പൊട്ടി ഒലിച്ചിറങ്ങിയതെന്നാണ് നിലവിൽ അവിടെ സരീഷിനോട് നാട്ടുകാർ പറയുന്നത്. ഏതായാലും അവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഒരു ഉന്നതിയുണ്ട്. അവിടെ ഒരുപാട് പേർ താമസിക്കുന്നുമുണ്ട്. ഏതായാലും വലിയ അപകടത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഒരു 4-5 ഏക്കർ സ്ഥലം അങ്ങ് കൃഷി മുഴുവൻ റബ്ബർ കൃഷിയാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അത് മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ട്.